ഭർത്താവ് കൂടി തീർത്ഥയെ സപ്പോർട്ട് ചെയ്തപ്പോൾ പാർവതിയുടെ ദേഷ്യത്തിൻ്റെ ആഴം കൂടി. അതിനൊപ്പം അവൾ അടക്കി പിടിച്ച് ചിരിക്കുന്നതും കൂടി കണ്ടപ്പോൾ അവരുടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി. തീർത്ഥയ്ക്ക് നേരെ ദഹിപ്പിക്കുന്ന നോട്ടമെറിഞ്ഞുകൊണ്ട് മുൻപിലിരുന്ന പ്ലേറ്റ് തട്ടി നീക്കിക്കൊണ്ട് അവർ എഴുന്നേറ്റുപോയി. അവരുടെ ആ പ്രവൃത്തിയിൽ എല്ലാവരും അന്തിച്ചുപോയി. മഹേശ്വറിന് വല്ലായ്മ തോന്നി. ഈ ചേച്ചി എന്താ ഇങ്ങനെ? ജാനകി അമർഷത്തോടെ പിറുപിറുത്തു. എന്നാൽ തീർത്ഥ മാത്രം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മാധവന് ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ട് കഴിക്കാനിരുന്നു. റൂമിലെത്തിയ പാർവതി കോപമടക്കാനാവാതെ റൂമിലൂടെ തലങ്ങും വിലങ്ങും നടക്കുകയാണ്. താൻ വിചാരിച്ചതുപോലെ അത്ര പാവമൊന്നുമല്ല ആ നശൂലം. അവൾക്കിവിടുത്തെ കെട്ടിലമ്മയാവാനാണ് ആഗ്രഹം. നടത്തി കൊടുക്കാം ഞാൻ. അവൾ പ്രസവിച്ച ഉടനെ അവളെ ഇവിടെ നിന്നും ചവിട്ടിയിറക്കണം. അല്ല, മാധവിൻ്റെ ഭാര്യയാണെന്നുള്ള അവകാശത്തിൽ ഇവിടെ കടിച്ചു തൂങ്ങാനാണ് ഭാവമെങ്കിൽ ഒരു തുള്ളി വിഷത്തിൽ അവളെയും അവൾ പ്രസവിക്കാൻ പോണ നാശത്തിനെയും ഇല്ലാതാക്കണം. പാർവതിയുടെ ചിന്തകൾ ക്രൂരമായി. തീർത്ഥയോടുള്ള പകയിൽ ഇനിയും ഉരുവായിട്ടില്ലാത്ത തൻ്റെ മകൻ്റെ കുഞ്ഞിനെ പോലും കൊന്നുകളയാൻ അവരുടെ ദുഷ്ടമനസ്സ് വേമ്പൽ കൊണ്ടു. നീ എന്താ പാർവതി ഈ കാണിക്കുന്നത്? ഭക്ഷണത്തിന് മുൻപിൽ വെച്ചാണോ നിന്റെ തോന്നിവാസം? റൂമിലേക്ക് കയറി വന്ന മഹേശ്വർ ദേഷ്യത്തോടെ പാർവതിയെ നോക്കി. നിങ്ങൾ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്നേക്കാൾ വലുതാണോ നിങ്ങൾക്ക് അവൾ? പാർവതി രൂക്ഷമായി അയാളെ നോക്കി. ആരും ആരേക്കാളും വലുതുമല്ല ചെറുതുമല്ല. എല്ലാവർക്കും അവരുടേതായി വിലയുണ്ട്. പക്ഷേ ഇന്നത്തെ നിന്റെ പ്രവൃത്തി വളരെ മോശമായി പോയി. എല്ലാവർക്കും മുൻപിലുള്ള നിന്റെ വിലയാണ് നീ സ്വയം കളഞ്ഞത്. മഹേശ്വരൻ്റെ വാക്കുകൾക്ക് കൂടുതൽ ഉൾക്കനം. സദാസമയം അടുക്കളയിൽ പെറ്റുകിടക്കുന്ന ജാനകിക്ക് മുൻപിലോ അല്ലെങ്കിൽ വല്ലവിടത്തു നിന്നും വലിഞ്ഞു കയറി വന്ന ആ നശിച്ചവൾക്ക് മുൻപിൽ എൻ്റെ വിലക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നിങ്ങളിനി അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. പാർവതി അയാൾക്ക് നേരെയും ഉറഞ്ഞു തുള്ളി. ദേഷ്യം തീർക്കാൻ കിട്ടിയ ഇരയായിരുന്നു അവൾക്ക് അയാൾ. ഞാനൊന്നും പറയുന്നില്ല. അവസാനം മാധവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ നീ പഠിച്ചോളും. അപ്പോൾ അവൻ എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് എൻ്റെ അടുത്ത് വന്ന് പരാതി പറയാൻ നിൽക്കരുത്. അതും പറഞ്ഞുകൊണ്ട് മഹേശ്വർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അയാളുടെ ഓഫീസ് ബാഗ് അപ്പോഴും ബെഡിൽ തന്നെ കിടക്കുകയായിരുന്നു. അപ്പോഴും ഒരു തരി പോലും കോപം അടങ്ങാതെ പാർവതി തീർത്ഥയ്ക്ക് എങ്ങനെ പണി കൊടുക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. നീയും ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? എത്രയൊക്കെ പ്രശ്നമുണ്ടായാലും പാർവതി ഭക്ഷണത്തിൻ്റെ മുൻപിൽ നിന്നും എഴുന്നേറ്റ് പോകാറില്ലായിരുന്നു, പ്രത്യേകിച്ച് മഹിയേട്ടനുള്ളപ്പോൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രശ്നത്തിന് കാര്യമായി എന്തോ കാരണമുണ്ടെന്ന് ജാനകിക്ക് തോന്നി. ഇല്ലല്ലോ, ഓഫീസിലേക്കുള്ള ലഞ്ച് പാക്ക് ചെയ്യുകയായിരുന്നു തീർത്ഥ. അത് വെറുതെ. അവളുടെ വാക്കുകളെ വിശ്വസിക്കാത്തതുപോലെ ജാനകി പറഞ്ഞു. സത്യമായിട്ടും? പിന്നെ മാധവേട്ടൻ്റെ അമ്മയ്ക്ക് എന്നോട് വലിയ താല്പര്യമില്ലെന്ന് ചിറ്റയ്ക്ക് അറിയാമല്ലോ. ഏട്ടൻ്റെ കൂടെ എങ്ങോട്ടും പോകരുത് എന്ന് പറഞ്ഞിട്ട് ഞാനും പോയല്ലോ. അതിൻ്റെ ഒരു ദേഷ്യം കാണുമായിരിക്കും, അതാവും. തീർത്ഥ വളരെ ലാഘവത്തോടെ പറഞ്ഞു. തീർത്ഥ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കൂടി പാർവതിക്കും തീർത്ഥയ്ക്കുമിടയിൽ താൻ അറിയാത്ത എന്തോ പ്രശ്നമുണ്ടായതായി അവൾക്ക് സംശയം തോന്നി. ജാനകിക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇട കൊടുക്കാതെ തീർത്ഥ വേഗം തന്നെ പാക്ക് ചെയ്ത ലഞ്ച് ബോക്സുമായി പുറത്തേക്ക് നടന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? തലവേദന പൂർണ്ണമായിട്ടും വിട്ടുപോകാത്തതുകൊണ്ട് ബെഡിൽ കിടക്കുകയായിരുന്ന മാധവ് ഓഫീസിൽ പോകാനായി റെഡിയാകുന്ന തീർത്ഥയോട് ചോദിച്ചു. വേണ്ട, വയ്യല്ലോ, ഞാൻ ബസ്സിന് പോയിക്കോളാം. ഇന്നലെ തൊട്ട് സിന്ദൂരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നെറ്റിയിൽ നിന്നും പൂർണ്ണമായും തുടച്ചു കളയുകയായിരുന്നു തീർത്ഥ. അതെന്തിനാ തുടച്ചു കളയുന്നത്? ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് മാധവ് ചോദിച്ചു. കല്യാണം കഴിഞ്ഞ കാര്യം ഓഫീസിൽ അറിയരുതെന്നാ മോഹൻ സാർ പറഞ്ഞിരിക്കുന്നത്. തീർത്ഥ കണ്ണാടിയിലൂടെ മാധവനെ നോക്കി. അതെന്താ അറിഞ്ഞാൽ? മാധവൻ്റെ പുരികം കൂർത്തു. അറിയില്ല. മങ്ങിയ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. തനിക്ക് സിന്ദൂരം തൊടുന്നത് ഇഷ്ടമാണോ? മാധവ് ബെഡിൽ നിന്നും എഴുന്നേറ്റു. അവന് ആമുഖമായി തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ തലയാട്ടി. എന്നാ പിന്നെ ധൈര്യമായി സിന്ദൂരം തൊട്. അവളുടെ സിന്ദൂരച്ചെപ്പ് കയ്യിലെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. മാധവൻ്റെ ആ പ്രവൃത്തി അവളിൽ അമ്പരപ്പ് നിറച്ചു. മോഹൻ സാർ എന്തെങ്കിലും പറഞ്ഞാലോ? ആശങ്കയോടെ അവൾ ഒന്ന് മടിച്ചു. ചെറിയച്ഛൻ ഒന്നും പറയില്ല. ഓഫീസിലുള്ളവർ ഭർത്താവിൻ്റെ പേര് ചോദിക്കുമ്പോൾ മടിക്കാതെ പറയണം, മേലെടുത്ത് മാധവൻ മഹേശ്വറാണെന്ന്. അത് പറയുന്നതിനോടൊപ്പം തന്നെ അവൻ സിന്ദൂരച്ചെപ്പ് തുറന്ന് തൊടുവിരലാൽ സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചാർത്തി. അത്ഭുതത്താൽ വിടർന്ന മിഴികൾ ഒന്ന് ചിമ്മുക പോലും ചെയ്യാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. ആ, അടിപൊളിയായിട്ടുണ്ട്. കയ്യിൽ പറ്റിയിരുന്ന ബാക്കി സിന്ദൂരം ടേബിളിലിരുന്ന വെറ്റ് വൈപ്സിൽ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. തീർത്ഥയുടെ ഉള്ളം സന്തോഷത്താൽ തുടിച്ചുണർന്നു. അവളുടെ ഹൃദയം പ്രണയത്താൽ തുളുമ്പി. ഇത്രയൊന്നും താൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചതിലും അധികമാണിതെല്ലാം. അവളുടെ മനസ്സ് മൃദുമർമ്മരം പോലെ പറഞ്ഞു. വേഗം ഇറങ്ങാൻ നോക്ക്, സമയം പോയി.
തൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ മാധവന് ചെറിയ ചമ്മൽ തോന്നി. അവനെ നോക്കി പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അവൾ ബാഗും എടുത്ത് പതിയെ പുറത്തേക്ക് നടന്നു. വാതിൽക്കൽ വരെ എത്തിയിട്ട് അവൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ കൊണ്ട് ഒരിക്കൽ കൂടി യാത്ര ചോദിക്കും പോലെ മാധവ് അവളെ നോക്കി പുഞ്ചിരിയോടെ തല കുലുക്കി. രാവിലെ റൂമിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ആലോചിച്ച് വളരെ സന്തോഷത്തോടെയാണ് തീർത്ത ഓഫീസിലേക്ക് എത്തിയത്. ഓഫീസിനുള്ളിലേക്ക് കയറിയതും പിടിച്ചു നിർത്തിയതുപോലെ അവളുടെ ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞു. അകാരണമായ ഒരു ഭയം അവളെ പിടികൂടി. സിന്ദൂരം കാണുമ്പോൾ ഓഫീസിലുള്ളവർ എന്തായാലും കല്യാണം കഴിഞ്ഞതറിയും. കുറച്ചു പേർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ചിലർ അത് തന്നോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തതാണ്. തൻ്റെ ഹസ്ബൻഡ് MDയുടെ ചേട്ടൻ്റെ മകനാണെന്ന് ഇവരറിഞ്ഞാൽ, മോഹൻ സാർ ഇതൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു വിടും. പിന്നെ മാധവേട്ടനുള്ളതാണ് ഒരു ധൈര്യം. ദീർഘമായി ഒന്ന് ആശ്വസിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. തീർത്ത പ്രതീക്ഷിച്ചതുപോലെ എല്ലാവരിൽ നിന്നും ചോദ്യമുയർന്നു. MDയുടെ ചേട്ടൻ്റെ മകൻ മാധവാണ് തീർത്തിയുടെ ഭർത്താവ് എന്നറിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. സത്യമാണോ? പലർക്കും സംശയം. അവസാനം അവരുടെ സംശയങ്ങൾക്ക് ഉത്തരമെന്നോണം അവൾ ഫോണിൽ അവരുടെ വിവാഹ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഡി, ഞാൻ ഇന്നലെ കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നീ ഇല്ലെന്ന് കള്ളം പറഞ്ഞതെന്തിനാ? ഓപ്പൺ ക്യാബിനിലെ തൻ്റെ ഇരിപ്പിടത്തിൽ അമരുമ്പോഴാണ് ദൃശ്യ അവൾക്ക് അരികിലേക്ക് വന്നത്. സർപ്രൈസ്. തീർത്ത ചിരിച്ചു. നല്ല സർപ്രൈസ്. അല്ല, ഇതെങ്ങനെ ഒപ്പിച്ചു? ലവാണോ? ശബ്ദം താഴ്ത്തി ദൃശ്യ ചോദിച്ചു. അതിനെന്ത് മറുപടി പറയണമെന്ന് തീർത്ത ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മോഹൻ അവളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചത്. അത് കേട്ടപ്പോൾ തന്നെ തീർത്തയ്ക്ക് പാതി ജീവൻ പോയി. ദൃശ്യയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് മോഹൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവളെയും കാത്ത് ദേഷ്യമടക്കി പിടിച്ചിരിക്കുകയാണ് മോഹൻ. അനുവാദം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന അവളെ കണ്ടതും അയാൾ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. എന്താ നിന്റെ ഉദ്ദേശം? ദേഷ്യത്തോടെയുള്ള അയാളുടെ വാക്കുകൾ കേട്ട് അവൾ പിറകിലേക്ക് നീങ്ങി. മാധവ് നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? മേലിടത്തെ മരുമകളാണെന്ന് പറയുമ്പോൾ മറ്റുള്ള സ്റ്റാഫുകൾക്ക് ബഹുമാനിക്കും എന്നോർത്താണോ? അവളുടെ മൗനം അയാളെ വല്ലാതെ ചൊടിപ്പിച്ചു. അല്ല. പതിഞ്ഞതാണെങ്കിലും തീർത്തയിൽ നിന്നും മറുപടി ഉയർന്നു. പിന്നെ? അയാളുടെ കണ്ണുകൾ കുറുകി. മാധവേട്ടൻ എൻ്റെ ഭർത്താവല്ലേ, ഞാനെന്തിന് അത് മറച്ചു വെക്കണം? അവൾ ഡ്രസ്സിനുള്ളിൽ മറഞ്ഞിരുന്ന താലിയെടുത്ത് പുറത്തേക്കിട്ടു. ആ താലിയിൽ കണ്ണുകളുടക്കിയതും അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. ആജീവനാന്തം മാധവൻ്റെ ഭാര്യയായി ജീവിക്കാമെന്ന് എന്തെങ്കിലും വ്യാമോഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇന്നത്തോടെ അത് കളഞ്ഞേക്ക്. 3 കോടി രൂപയ്ക്ക് അവൻ്റെ ഭാര്യസ്ഥാനം അഭിനയിക്കാമെന്ന് ഏറ്റ വെറുമൊരു പെണ്ണാണ് നീ. അതിനപ്പുറം യാതൊരു നിലയോ വിലയോ സ്ഥാനമാനങ്ങളോ നിനക്ക് മേലെടുത്തില്ല, ഞങ്ങളുടെ ജീവിതത്തിലുമില്ല. അയാളുടെ വാക്കുകൾ കൂടുതൽ കടുത്തു. ഞാൻ ഭാര്യയായി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മാധവേട്ടനല്ലേ? മാധവേട്ടൻ പറഞ്ഞാൽ ആ നിമിഷം ഞാൻ മേലെടുത്ത് നിന്നും ഇറങ്ങിക്കൊള്ളാം. അതുവരെ ഞാൻ മാധവേട്ടൻ്റെ ഭാര്യയായി മേലെടുത്ത് തന്നെ ഉണ്ടാകും. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അവളുടെ വാക്കുകൾക്ക് കൂടുതൽ ഉറപ്പ്. ഇത്രനാളും തനിക്ക് മുൻപിൽ ഭയന്ന് വിറച്ചു നിന്ന ആ പഴയ തീർത്തയല്ല തൻ്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് മോഹന് തോന്നി. അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്ന് ആ കണ്ണുകളിൽ നിന്നും അയാൾക്ക് വ്യക്തമായി. വേറെയൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. കുറച്ചധികം പെൻഡിങ് വർക്ക്സ് ഉണ്ട്. തുടർന്ന് മോഹൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഇല്ലാതായപ്പോൾ തീർത്ത ക്യാബിൻ വിട്ട് പുറത്തേക്കിറങ്ങി.